ഈവൻ ജഡ്ജസ്, എൻ്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇഖ്തറബത്തിസ് സാഅത്തു വൻശഖൽ ഖമർ. റബ്ബി ഇശ്റഹ് ലി സദ്രി യസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ലൗദ് ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് സംഘടിപ്പിക്കുന്ന ഇൻ്റർനാഷണൽ സ്പീച്ച് കോൺടെസ്റ്റിലാണ് നാം എല്ലാം സന്നിഹിതരായിരിക്കുന്നത്. അൽഹംദുലില്ലാ, പ്രപഞ്ച സൃഷ്ടാവായ അള്ളാഹു ഏകദേശം 1,25,000-ഓളം പ്രവാചകന്മാരെ ഭൂമുഖത്തേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തി തൗഹീദ് പ്രഖ്യാപനത്തിന് അത് പ്രചരിപ്പിക്കുവാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ നമ്മൾ അറിഞ്ഞിടത്തോളം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ്. അതാത് ഘട്ടത്തിൽ അതാത് കാലത്ത് ഓരോ സമുദായത്തിലേക്ക് അയച്ചു. അതിൽ അന്ത്യപ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് അവസാനത്തെ പ്രവാചകൻ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗമനത്തോടു കൂടി പ്രവാചകനാൽ അവസാനിച്ചു. ഞാനിവിടെ ഓതി വെച്ചത് സൂറത്തുൽ ഖമറിലെ ആദ്യത്തെ ആയത്താണ്. അന്ത്യസമയം അടുത്തിരിക്കുന്നു, ചന്ദ്രൻ പിളരുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗമനം തന്നെ അന്ത്യസമയത്തിൻ്റെ ലക്ഷണമാണ്. ഞാനും അന്ത്യസമയം ഈ രണ്ട് വിരലുകൾ തമ്മിൽ അടുത്താണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അന്ത്യസമയം എപ്പോൾ സംഭവിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആർക്കും കൊടുത്തിട്ടില്ല. ചന്ദ്രൻ പിളർന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ നേത്രം കൊണ്ട് കണ്ടവർ തന്നെ അത് മായാജാലമാണെന്ന് പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജാലവിദ്യക്കാരൻ എന്ന് പറഞ്ഞ് പരിഹസിക്കുകയും അബൂ കബ്ഷയുടെ മകൻ നമ്മോട് ജാലവിദ്യ നടത്തുകയാണെന്ന് അവർ പറഞ്ഞു. അബൂ കബ്ഷ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോറ്റുമ്മയായ ഹലീമ ബീവിയുടെ ഭർത്താവാണ് അബൂ കബ്ഷ. അത്തരം രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹരിച്ചു നടക്കുകയാണ് ചെയ്യുന്നത്. ഈ കഴിഞ്ഞുപോയ സമുദായത്തിനുള്ള ദുരവസ്ഥ വിശുദ്ധ ഖുർആനിൽ വീണ്ടും വീണ്ടും പറയുകയാണ്. അവിടക്കത് യസ്സർനൽ ഖുർആനിൽ ദിക്രി ഫഹൽ മുദ്ദക്കിർ. നൂഹ് നബി സമുദായത്തിൻ്റെയും ആദ് ഗോത്രത്തിൻ്റെയും സമൂദ് ഗോത്രത്തിൻ്റെയും ലൂത്ത് നബിയുടെ സമുദായത്തെയും അവസാനം ഫിറോൻ്റെ സമുദായത്തിൻ്റെയും ദുർഘടങ്ങൾ ഖുർആനിൽ വീണ്ടും വീണ്ടും വിവരിച്ചുകൊണ്ട് 4 സ്ഥലത്ത് വലഖദ് യസ്സർനൽ ഖുർആനിൽ ദിക്രി ഫഹൽ മുദ്ദക്കിർ എന്ന് പറയും. പ്രവാചകനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം 950, അതായത് 9ാം നൂറ്റാണ്ട് കാലം തൻ്റെ ജനതയെ തൗഹീദിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരുന്നു. അവർ ധിക്കരിക്കുകയും ശബ്ദം കേൾക്കാതിരിക്കാൻ വേണ്ടി വിരൽ ചെവിയിൽ എടുക്കുകയും വസ്ത്രം കൊണ്ട് തല മൂടുകയും ചെയ്തു. അവർ അകന്നു പോവുകയാണ് ചെയ്തത്. അവരുടെ ദൈവങ്ങളായ വദ്, സുബ, യൗഫ്, നസർ എന്നിവയെ അവർ ആരാധിക്കുകയും ചെയ്തു. അവസാനം നൂഹ് നബി അലൈഹി സ്വലാം അതീവ സങ്കടത്തോടെ അള്ളാഹുവോട് ഇത് ബോധിപ്പിക്കുകയും ആകാശം കാർമേഘം നിറയുകയും വലിയ ഘോരമായ മഴ പെയ്യുകയും ഭൂമിയിൽ നിന്ന് ഉറവുകൾ പൊട്ടുകയും ചെയ്തു. ഒരു വലിയ പ്രളയം തന്നെ ഉണ്ടായി. ഇങ്ങനെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് കപ്പൽ നിർമ്മിക്കാൻ അള്ളാഹു ആജ്ഞാപിച്ചു. കപ്പലിനെ പറ്റി ജനങ്ങൾക്കോ ലോകജനങ്ങൾക്കോ ഒന്നും അറിയപ്പെടാത്തൊരു കാലത്തായിരുന്നു അത്. അപ്പോൾ നൂഹ് നബി അലൈഹി സ്വലാം പ്രാപിച്ചു, റബ്ബിഗ്ഫിർലി വലിവാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വൽമുഅ്മിനീന വൽമുഅ്മിനാതി വലാ യസിദു ളാലിമീന ഇല്ലാ തബാറ. റബ്ബേ, എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും എൻ്റെ വീട്ടിൽ പ്രവേശിച്ച സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസികൾക്കും നീ പുറത്തു കൊടുക്കണമേ. ആക്രമികൾക്ക് നാശമില്ലാതെ ഒരുത്തരുതേ എന്ന് പ്രാർത്ഥിച്ചു. നൂഹ് നബി കപ്പലുണ്ടാക്കി. അതിൽ വിശ്വാസികൾ കപ്പലിൽ കയറുകളും ജീവജാലങ്ങളുള്ള എല്ലാ ഇരണ്ടിഴകളും കപ്പലിൽ കയറ്റുകയും വിശ്വാസികൾ മുങ്ങിമരിക്കുകയും ചെയ്തു. ആ കപ്പൽ ജ്യോതി പർവ്വതമൂലയിൽ നടന്നു. ഇന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ അറാറൈ പർവ്വതത്തിൽ, ഇത്ര ഉയരത്തിൽ ചെറിഞ്ഞു നിൽക്കുന്ന അറാറൈ പർവ്വതത്തിൽ കാണുന്നുണ്ട്. ആർക്കിയോളജിക്കൽ സർവേ കണ്ടെത്തിയിരിക്കുന്നു. പിന്നെ ആ ഗോത്രക്കാരും അവരുടെ പ്രവാചകരെ അനുസരിച്ചില്ല. അവർ വളരെ നീചമായ രീതിയിൽ അവരോട് പ്രവർത്തിച്ചു. അവരിലേക്ക് ആ സമൂഹത്തിലേക്ക് ഹൂദ് നബി അയച്ചു. അവർക്ക് 7 രാത്രിയും 8 പകലും ആഞ്ഞി വീശിയ കൊടുങ്കാറ്റ് അവരെ ഈത്തപ്പഴമരങ്ങൾ കടകുവഴി വീണതുപോലെ അള്ളാഹു അവരെ 7 സബലയായി സമാനിയത്തായി കഴിവുഴി നേരം പുലർന്നപ്പോൾ അവരെല്ലാവരും അങ്ങനെ നശിച്ചു പോയി. ഇലക്കത് യസ്സർനൽ ഖുർആൻ ദിക്രി ഫഹൽ മുദ്ദക്കിർ. ചിന്തിച്ച് മനസ്സിലാക്കുവാനുള്ളവർക്ക് ഖുർആൻ എളുപ്പമാക്കിയിരിക്കുന്നു. എന്നാൽ ചിന്തിച്ച് മനസ്സിലാക്കുന്നവരുണ്ട്. സമൂഹ ഗോത്രത്തിലേക്ക്
സ്വാലിഹി നബിയായി അയച്ചു. അവരുടെ ദൃഷ്ടാന്തമായി ഒരു ഒട്ടകത്തെ, പാറക്കുള്ളിൽ നിന്ന് ഒരു ഒട്ടകം, നാക്കത്തല്ല, അള്ളാഹുവിൻ്റെ ഒട്ടകത്തെ അയച്ചു. ആ ഒട്ടകത്തെ ഉപദ്രവിക്കരുതെന്നും അതിന് വെള്ളം കൊടുക്കാനുള്ള ഓഴവും അവർ ഏർപ്പെടുത്തി. പക്ഷേ അവരെ ഒട്ടകത്തെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തി. ഒരു ഒട്ടകത്തെ കൊലപ്പെടുത്തി അതിനുള്ള ശിക്ഷ അവർക്ക് വരുമെന്നും പറഞ്ഞു. പക്ഷേ അവർ ഒറ്റ രാത്രി കൊണ്ട് ആലയിലെ തുറമ്പുകളെ പൊട്ടിത്തെറിച്ചു. അവർ നാശമടയുകയും ചെയ്തു. പിന്നെ ലൂത്ത് നബിയുടെ സമുദായത്തെ തലമീഴിൽ മറിച്ചു. ഇബ്രാഹിം നബി കുട്ടിയുണ്ടാകുന്ന സന്തോഷവാർത്ത അറിയിക്കുവാൻ വന്ന മലപ്പോൾ മനുഷ്യരുടെ രൂപത്തിൽ വന്ന സുന്ദരന്മാർ അവരെ ദുഷ്പ്രവർത്തികൾ പ്രേരിപ്പിക്കുകയും അവർ ഈ സമുദായത്തെ ഒന്നടങ്കം നശിപ്പിക്കുകയും ചെയ്തു, ചാവുകടയിൽ വെച്ചിട്ട്. അവസാനമായി ഫിറോവിൻ്റേതാണ്. ഫിറോവൻ മൂസാ നബിയെ നിന്ന് ചെങ്കടലിൽ നിന്ന് വടികൊണ്ട് അടിക്കുകയും ജയപ്രളയം വരികയും ഫിറോവിൻ്റെ ശവശരീരം ഇന്നും ഈ കറോൻ മുസിയൽ ഇവിടെ കണ്ടു. അപ്പോൾ എല്ലാറ്റിൽ നിന്നും ഇടക്കത് യസ്സർനൽ ഖുർആൻ രീതിക്ക് പകൽ മീൻ മുതക്കിർ ഖുർആൻ ഏറ്റവും നിശ്ചയമായി നാം തന്നെയാണ് ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സൂക്ഷിക്കുകയും ചെയ്തു. തറക്തു ഫീഹും അംറൈൻ തദില്ലുമാ തമസക്തും ബിഹിമാ കിതാബുല്ലാഹി സുന്നത്തു റസൂലിഹി. രണ്ട് കാര്യങ്ങളായി പിടിച്ചു പോയിരുന്നു. അത് നിങ്ങൾ മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ പിടിച്ചു പോകില്ല. അള്ളാഹുവിൻ്റെ കിതാബും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുമാകുന്നു. ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന അർഹംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. തവഫനാ മുസ്ലിമീൻ വഅലൈനാ ബിസ്സാലിഹീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.